സ്റ്റാൻലി സാർ, നഴ്സുമാരുടെ സമരം നമുക്കറിയാം. സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അവർക്കൊപ്പം ആര് എന്നതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. കോൺഗ്രസ് കൂടെ നിൽക്കുമോ, ബി.ജെ.പി കൂടെ നിൽക്കുമോ, സി.പി.എം ആണോ കൂടെ നിൽക്കുന്നത്? പ്രത്യക്ഷത്തിൽ ഇന്ന് അവരുടെ കൂടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. 1947 മുതൽ ഈ 2026 വരെ ഈ കാലയളവിനിടയിൽ 2016 മുതലാണ് നഴ്സുമാർക്ക് യഥാർത്ഥത്തിൽ മിനിമം വേജ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് തന്നെ അത് ബി.ജെ.പി സർക്കാരാണ് കൊണ്ടുവരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഈ സംഗതി കൊണ്ടുവരുന്നത് വരെ കഴിഞ്ഞ 80 വർഷക്കാലത്തോളം അവരെങ്ങനെ, ഏത് രീതിയിൽ അവർ ജോലി ചെയ്തു, വേതനം ലഭിച്ചു എന്നതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട്, സഭ എടുക്കുന്ന നിലപാട്, കോൺഗ്രസും ബി.ജെ.പിയും സി.പി.എമ്മും എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഇതിനെയൊക്കെ സ്റ്റാൻലി സാർ എങ്ങനെ വിലയിരുത്തും? ഒരു വലിയ സ്റ്റോറിയാണ്. ചെറിയ സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും അത് ചുരുക്കി പറയാം. 1947 തുടങ്ങി 2016 വരെ നിയമപരമായിട്ട് അടിമക്കച്ചവടമൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നഴ്സുമാരെ അടിമകളായിട്ടാണ് ആശുപത്രിക്കാരും സമൂഹവും സഭയും രാഷ്ട്രീയ കക്ഷികളും ഗവൺമെന്റും കണ്ടിരുന്നത്. ബോണ്ട് സിസ്റ്റം എന്നും പറഞ്ഞ് അടിമക്കച്ചവടത്തെ സാധൂകരിക്കുന്ന നിയമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടി 2 വർഷമോ 3 വർഷമോ തോന്നിയ പോലെ 5 വർഷമൊക്കെ ബോണ്ട് ചെയ്യണമായിരുന്നു, ശമ്പളമില്ലാതെ. എങ്കിലേ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കും. അമ്മാതിരി ക്രൂരതയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്ന് ഈ നഴ്സുമാരുടെ തലയിലും അവരുടെ കുടുംബാംഗങ്ങളുടെ തലയിലും അടിച്ചേൽപ്പിച്ചിരുന്നത്. അത് അതിഭീകരമായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ടീച്ചറാണ്. അവരെ കാണാൻ അവർ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ്, അവർക്ക് കുറച്ച് പ്രായമുള്ള സ്റ്റുഡൻറ്റിന് എന്ന് പറഞ്ഞാൽ അവർ മുതിർന്ന് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ അമ്മയെ കാണാൻ വന്നു കഴിഞ്ഞപ്പം അവര് കൊച്ചെവിടെയാ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ടീച്ചറെ എൻ്റെ മോള് നഴ്സിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞു, ബോണ്ട് ചെയ്യുകയാണ് എന്ന് പറയും. അപ്പം ബോണ്ട് എന്ന് പറഞ്ഞപ്പം മമ്മി ചോദിച്ചു, അപ്പം ശമ്പളമൊക്കെ കിട്ടുമല്ലോ, ഇപ്പോൾ ആശ്വാസമായല്ലോ, കൊച്ചു പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ നിന്ന നിപ്പിൽ ഒരൊറ്റ കരച്ചിൽ. എൻ്റെ ടീച്ചറെ, ആ കന്യാസ്ത്രീ എൻ്റെ കൊച്ചിനെ പട്ടിണിക്കിട്ടു, അത് ബോധം കെട്ട് വീണു. എൻ്റെ കൊച്ചിനെ അവർ പട്ടിണിക്കിട്ടു, അത് ബോധം കെട്ട് വീണു വാളിൽ. ഇതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ. ഈ സഭയും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ക്രൂരത എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയായിരുന്നു. ബോണ്ട് ചെയ്യുന്ന കുട്ടികളോട് ഇവർ കാണിച്ചിട്ടുള്ള ക്രൂരത എന്ന് പറയുന്നത് ക്രൈം എഗനസ്റ്റ് ഹ്യൂമാനിറ്റി കാറ്റഗറിയിൽ വരുന്ന UAPA ക്രൈമാണ്. അപ്പൊ ഇപ്പൊ പോലും ഞാൻ എൻ്റെ 56 വർഷത്തെ ജീവിതത്തിൽ നേഴ്സിന് ശമ്പളം കൊടുക്കണം എന്ന് പറയുന്ന ഒരു മെത്രാനെയോ ഒരു അച്ഛനെയോ ഒരു കന്യാസ്ത്രീയെയോ കണ്ടിട്ടില്ല. ഇനി ഞാനൊരു 50 വർഷവും കൂടെ ജീവിച്ചാലും അങ്ങനെ ഒരാളെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. നേഴ്സിന് നേഴ്സ് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്തോണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വരെ ഞങ്ങളുടെ ഒരു വലിയ ഔദാര്യമാണെന്നാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛന്മാരും ബിഷപ്പുമാരും പറയുന്നത്, KCBC ഒക്കെ പറയുന്നത്. നേഴ്സിന് ശമ്പളം വേണ്ട, ഇതാണ് സഭയുടെ ഔദ്യോഗിക തീരുമാനം. അത് പുറത്തു പറയേണ്ടതിന് പകരം വേറെ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. 2 വർഷം ബോണ്ട് ചെയ്തിട്ട് 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പറയുന്നതാണ്, ഞാൻ പ്രാർത്ഥിച്ചേക്കാം മോളെ, നിനക്ക് നന്മ വരട്ടെ, ഞാൻ വെഞ്ചരിച്ചേക്കാം. ജോലി ചെയ്യുന്നവന് ശമ്പളം കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെഞ്ചരിപ്പൊക്കെ പിന്നെ, അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ പിന്നെ, ജോലി ചെയ്തവർക്ക് ആദ്യം ശമ്പളം കൊടുക്കുക. അതിന്റെ ഈ നഴ്സുമാരുടെ പ്രശ്നത്തിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് LDFിലും UDFിലും സഭ ചെലുത്തുന്ന സമ്മർദ്ദമാണ്. നേഴ്സിന് ശമ്പളം കൊടുക്കരുത്, നേഴ്സിന് ആനുകൂല്യങ്ങൾ കൊടുക്കരുത്, അവർക്ക് അവകാശങ്ങൾ കൊടുക്കരുതെന്ന് സഭ ചെലുത്തുന്ന സമ്മർദ്ദം കാരണമാണ് ഇത് ഇതുവരെ നടപ്പിലാകാത്തത്. അതിപ്പോഴാണ് നേഴ്സുമാർക്ക് മനസ്സിലായത്. ഇതിലൊരു കഥ കൂടെയുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് 2011 ആയപ്പോഴത്തേനും കേരളത്തിൽ പുണ്യാളൻ മന്ത്രിസഭ വന്നു. വ്യാജ പുണ്യാളന്റെ മന്ത്രിസഭ വന്നപ്പോഴത്തേനും അവരൊരു കമ്മീഷനെ നിയോഗിച്ചു, ഒരു ജസ്റ്റിസ് മോഹൻകുമാർ കമ്മീഷൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 13,000 രൂപയോ 14,000 രൂപയോ ശമ്പളം കൊടുക്കാൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പം പുണ്യാളനും പാർട്ടിയും മുങ്ങി. ചാണ്ടിപ്പുണ്യാളനും പാർട്ടിയും മുങ്ങി. അവർക്കത് കൊടുക്കാൻ പറ്റിയില്ല. ജസ്റ്റിസ് മോഹൻകുമാറിനെ സൂത്രത്തിൽ തട്ടി. വേറെ കുറെ പുണ്യാളന്മാരുണ്ടായിരുന്നു, മാണി പുണ്യാളൻ, ജോസഫ് പുണ്യാളൻ, ഷിബു പുണ്യാളൻ, അങ്ങനെ പുണ്യാളന്മാരുടെ ഒരു UDF ഗവൺമെന്റ് ഉണ്ടായിരുന്നു 2011-16. ഇവര് ഈ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കൊടുത്തില്ല. ഈ ഒരു ജസ്റ്റിസ് കമ്മീഷൻ പറഞ്ഞ ആനുകൂല്യങ്ങൾ പോലും ഈ നേഴ്സുമാർക്ക് കൊടുത്തില്ല. അത് മാത്രമല്ല,
UDF-നും LDF-നും കുറെ പേപ്പർ സംഘടനകൾ ഉണ്ടായിരുന്നു, നഴ്സുമാരുടെ യൂണിയൻ എന്നും പറഞ്ഞു. അവര് യഥാർത്ഥത്തിൽ ഈ സംഘടനകൾ നഴ്സുമാർക്കെതിരെയായിരുന്നു പ്രവർത്തിച്ചത്. അങ്ങനെയാണ് UNA എന്ന് പറയുന്ന ഒരു സംഘടന, നഴ്സുമാർ തന്നെ ഉണ്ടാക്കിയ ഒരു സംഘടന വരുന്നത്. ആ സംഘടന വന്നതോടെ അവര് കൃത്യമായ ഒരു തീരുമാനമെടുത്തു, ഇത് പൊരുതി നേടുമെന്ന് ഒരു തീരുമാനമെടുത്തു. അക്കാര്യത്തിൽ UNA-യെയും നഴ്സുമാരെയും അഭിനന്ദിക്കുന്നു. അവരുടെ പോരാട്ടം ഒരു കേരളത്തിലും ഒരു വിജയത്തിലേക്ക് എത്തിയില്ല. അതിന് കാരണം നിയമം അവർക്കെതിരായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഒരു മിനിമം വേജസ് ആക്ട്. അപ്പൊ അവസാനം മോഡി ഗവൺമെന്റും BJP-യും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു നദ്ദാജി, BJP-യുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു നദ്ദാജി, ഇവർക്ക് സെപ്റ്റംബർ 19, 2016 മിനിമം വേജസ് ആക്ട് കൊണ്ടുവന്നു. ഈ മിനിമം വേജസ് ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം നേഴ്സുമാർക്ക് ബലമായി, കോടതിയിൽ പോകാനുള്ള ബലമായി, യൂണിയനുള്ള ബലമായി, അവർക്ക് സമരം ചെയ്യാനുള്ള സൗകര്യമായി. അവർ ആ 20,000 രൂപ പ്ലസ് 10,000 ആനുകൂല്യം 30,000 രൂപ അവർക്ക് കിട്ടുമെന്ന് ഒരു പരിപാടി കൊണ്ടുവന്നു. അതോടുകൂടി LDF-ഉം UDF-ഉം ഹോസ്പിറ്റൽ മാഫിയയും സഭയും എല്ലാം നേഴ്സുമാർക്കും എതിരായി, BJP-ക്കും എതിരായി. ഇതാണ് 2016 സംഭവിച്ചത്. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ തന്നെയും നേഴ്സുമാരുടെ സംഘടനയ്ക്ക് ഒരു കുഞ്ഞ് അബദ്ധം പറ്റി. അവര് ഈ നിയമം വരുന്നതിന് മുമ്പിൽ 2016 ജനുവരി ആയതോടുകൂടി ഇവർ ഇടതു മുന്നണിയോട് അടുത്തു, മാൻഡ്രേക്കിനോട് അടുത്തു. അങ്ങനെ മാൻഡ്രേക്കിനെ 2016 ജയിപ്പിക്കാൻ വേണ്ടി ഇവർ മാൻഡ്രേക്കിന് പിന്തുണ കൊടുത്തു. മാൻഡ്രേക്ക് ഇഫക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാൻഡ്രേക്കിന്റെ കൂടെ കൂടിയാൽ നാശം ഉറപ്പ്. അതാണ് നേഴ്സുമാർക്ക് പറ്റി. അവര് മാൻഡ്രേക്ക് ജയിച്ചു. മാൻഡ്രേക്ക് ജയിച്ച് ഇവർ പറഞ്ഞു ഈ ആനുകൂല്യം എല്ലാം വേണമെന്ന് പറഞ്ഞു. മാൻഡ്രേക്ക് പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. നേഴ്സുമാരുടെ സംഘടനയുടെ ആൾക്കാരെ എല്ലാം പിടിച്ചകത്തിട്ടു. അവർ ജാമ്യത്തിൽ ഇറങ്ങി, അവർ രക്ഷപ്പെട്ടു. പക്ഷേ മാൻഡ്രേക്ക് ഇഫക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം അവർക്ക് മനസ്സിലായി മാൻഡ്രേക്ക് ചതിച്ചു എന്നുള്ളത്. അതാണ് അവരിപ്പോ സമരത്തിലെത്തിയിരിക്കുന്നത്. മാൻഡ്രേക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ല, പുതിയ ശമ്പള വർധന ഒന്നും നടപ്പിലാക്കിയില്ല, ഗവൺമെന്റ് ഓർഡറുകൾ പ്രോപ്പർ അല്ല, ഇതെല്ലാം അവർ പറഞ്ഞു. പക്ഷെ നേഴ്സുമാര് ഒരു കാര്യം ചെയ്യണമായിരുന്നു. 2016 അവരെ സഹായിച്ച മോഡിജിയോടും നദ്ദാജിയോടും BJP-യോടും താങ്ക് യു മോഡിജി, താങ്ക് യു നദ്ദാജി, താങ്ക് യു BJP എന്നൊരു വാക്ക് പറയായിരുന്നു. അത് പറഞ്ഞില്ല. അത് പറയാത്തതിന്റെ കാരണം ഈ നേഴ്സുമാരിലെ 90% ആൾക്കാരും അതിതീവ്ര പപ്പുഖാൻ ആരാധകന്മാരുമാണ്, UDF-കാരാണ്. നേഴ്സ് കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി വോട്ടർമാരെന്ന് പറയുന്നത് സ്ത്രീകളാണ്. അവര് പപ്പു പ്രധാനമന്ത്രിയാകുമ്പം അവർക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് സഹായം കുറഞ്ഞു പോയതിന്റെ കാരണം. അവർക്ക് തിരുത്താനുള്ള സമയമാണ് ഈ ഇലക്ഷൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ നേഴ്സുമാരെ സഹായിച്ചിരിക്കുന്നത് BJP മാത്രമാണ്. ഇപ്പം വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഈ സമരത്തിന്റെ പുറകിലുണ്ട്, ഷാജൻ സ്കറിയ അടക്കം. ഒറ്റ ചോദ്യം അവരോട് ചോദിക്കാവുള്ളൂ. ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന 10 സ്റ്റേറ്റ് ഉണ്ട് കേരളത്തിൽ. അവിടെ എവിടെയെങ്കിലും, തമിഴ്നാട്, കർണാടക തുടങ്ങി അങ്ങോട്ട് 10 സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യ അലയൻസ് ഭരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഈ KC വേണുഗോപാൽ പറയുന്ന ആനുകൂല്യം നേഴ്സുമാർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കുവോ? ഇല്ല. അപ്പൊ UDF വന്നാൽ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് കല്ല് വെച്ച നുണയാണ്. ചാണ്ടി പുണ്യാളനും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനി വരുന്ന VT സതീശൻ ചെയ്യുവോ? ചെയ്യത്തില്ല. അപ്പൊ നേഴ്സുമാർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആരാണ് അവരെ സഹായിച്ചിട്ടുള്ളത്? ആരാണ് അവരെ ദ്രോഹിച്ചിട്ടുള്ളത്? അവരെ സഹായിച്ചിട്ടുള്ളത് BJP മാത്രമാണ്. ഇനി സഹായിക്കാൻ പോകുന്നതും BJP മാത്രമാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവർക്ക് നന്മ ചെയ്യത്തില്ല. അതിന്റെ കാരണം ഹോസ്പിറ്റൽ ലോബിയുടെ പിടിയിലാണ് കോൺഗ്രസ്. അതുപോലെ കരിങ്കാലിപ്പണി ചെയ്ത ചരിത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൂ. തൊഴിലാളിയുടെ പേരിൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന പണി മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയത്തുള്ളൂ, ഇടതുപക്ഷ മുന്നണിക്ക് അറിയത്തുള്ളൂ. ഈ 2 സത്യവും നേഴ്സുമാർ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ചുപകാരം ചെയ്താലേ അവർക്ക് പിന്നെയും നമുക്ക് ഉപകാരം ചെയ്യാൻ തോന്നത്തുള്ളൂ. BJP നേഴ്സുമാർക്ക് ഒരു ഉപകാരം ചെയ്തു. നേഴ്സുമാർ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നിട്ട് കൂടെ ഒരു കാര്യം അവർക്ക് ചെയ്തു. എന്നിട്ടും ഒരു കൃത്യമായ റെസ്പോൺസ് നേഴ്സുമാരുടെ ഭാഗത്തുനിന്നും വന്നില്ല. അപ്പൊ ഇപ്പോൾ അതിനൊരു അവസരമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേഴ്സുമാരുടെ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. BJP ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അത് ചെയ്തു കൊടുക്കും. അത് 370 ആണെങ്കിലും CAA NRC ആണെങ്കിലും അഗ്നിവീർ ആണെങ്കിലും ഏത് കേസാണെങ്കിലും BJP ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അത് വിജയിച്ചിരിക്കും. അതുകൊണ്ട് നേഴ്സുമാർ ചെയ്യേണ്ടത് BJP-യുടെ കൂടെ ഉറച്ചു നിൽക്കുക. അതല്ലാതെ അവർക്ക് വേറൊരു വഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ചതിക്കും, UDF അവരെ ചതിക്കും, മെത്രാന്മാരും സഭയും ഒരു കാരണവശാലും 1 രൂപ പോലും നേഴ്സിന് ശമ്പളം കൊടുക്കുന്നതിന് അവർ അനുകൂലിക്കുന്നില്ല. നേഴ്സിംഗിന്റെ സർവീസ് ഫ്രീ ആക്കണമെന്നുള്ളതാണ് സഭയുടെ അഭിപ്രായം. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ പപ്പുഖാൻ അധികാരത്തിൽ വന്നാൽ ബോണ്ട് സിസ്റ്റം തിരിച്ചു വരും, നേഴ്സുമാരുടെ അടിമത്വം തിരിച്ചു വരും, നേഴ്സുമാരുടെ മിനിമം വേജസ് എടുത്തു കളയും. ഇതൊക്കെയാണ് നേഴ്സുമാർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ.
ഏതെങ്കിലും കാരണവശാൽ BJP അല്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വന്നാൽ നഴ്സുമാർ വീണ്ടും അടിമകളാവും. അത് നഴ്സിംഗിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കേണ്ടത്. ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ വ്യക്തിപരമായിട്ട് UNAയും നഴ്സുമാരെയും പിന്തുണയ്ക്കുന്ന ആളാണ്. അതുപോലെ UNAയും ഇവർ പറയുന്ന 40,000 രൂപ ശമ്പളം പോലും കുറവാണ്. മിനിമം ഒരു 50,000 രൂപയെങ്കിലും മാസം, 50,000 എങ്കിലും ഒരു നഴ്സിന് അർഹതപ്പെട്ടതാണ്. എങ്കിലേ അവർക്ക് അവർ പഠിച്ചതിന്റെ ലോൺ അടച്ചു പോകാനും 10 പൈസ മിച്ചം വെക്കാനും മാന്യമായിട്ട് ജീവിക്കുവാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് 100% ന്യായമാണ് നഴ്സുമാരുടെ സമരം, 100% ന്യായമാണ് UNAയുടെ സമരം. അതുപോലെ യൂണിയൻ നേതാക്കന്മാരെ അധിക്ഷേപിച്ച് നഴ്സുമാരെ ഇരുത്താവുന്നുള്ള ഒരു പ്ലാനിലാണ് ദീപികയും സഭയും ഒക്കെ കൂടെ നഴ്സുമാർക്കെതിരെ വ്യാജ ന്യൂസ് അടിച്ചിറക്കുന്നത്. അതിലൊന്നും ഒരർത്ഥവുമില്ല. കാരണം നഴ്സുമാർക്ക് ആരെ അവരുടെ നേതാവാക്കണമെന്ന് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അത് ദീപികയും മെത്രാന്മാരും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ദീപികയും മെത്രാനും പറയുന്ന ആളെ നേതാവാക്കണമെന്നൊന്നും UNAയ്ക്കില്ല. അവരോടത് പറയാനും പറ്റത്തില്ല. അവരുടെ നേതാവ് ആരായിരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. സെൽഫ് ഡിറ്റർമിനേഷൻ. അവരൊരു യൂണിയനാണ്. ആ യൂണിയനെ ആര് നയിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ദീപികേച്ചന്റെ പാട്ടപ്പുറമ്പിലൊന്നുമല്ല നേഴ്സുമാർ ജീവിക്കുന്നത്. അവിടെ ദീപികേച്ചൻ പറയേണ്ട ആര് നേതാവാണോ എന്നുള്ളതൊന്നും. അവിടെ ദീപികയും സഭയും കൂടെ നഴ്സുമാരുടെ സംഘടനയെ പിളർത്തും, ഹൈജാക്ക് ചെയ്യും, പൊളർക്കും. ഇതൊന്നും നടക്കത്തില്ല. നഴ്സുമാരുടെ സമരം വിജയിക്കും. അവർക്ക് നല്ല സാലറി കിട്ടും. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സക്സസ് ആയി, സ്റ്റഡി ഇൻ ഇന്ത്യ സക്സസ് ആയി, ഇപ്പൊ ഹീൽ ഇൻ ഇന്ത്യ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് മെഡിക്കൽ ടൂറിസം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുകയാണ്. ആ മെഡിക്കൽ ടൂറിസം വിജയിക്കണമെങ്കിൽ നല്ല നഴ്സുമാരും ഡോക്ടർമാരും നല്ല ആശുപത്രിയും നല്ല സംവിധാനവും കൂടെ വേണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹീൽ ഇൻ ഇന്ത്യയെ പൊളിക്കാനുള്ള പരിപാടികളാണ് ഈ UDFും LDFും ദീപികയും ഈ സഭയും എല്ലാം കൂടെ എടുക്കുന്നത്. ഇവിടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വേണം. ഇവിടെ ചാരിറ്റി ഹോസ്പിറ്റൽസ് മാത്രം പോരാ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മാത്രം പോരാ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വേണം. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിനെ പൊളിച്ചോണ്ട് കാര്യമുണ്ടോ? അവരും വേണം. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണം. എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് ഇക്കാര്യത്തിൽ ശരി. നഴ്സുമാരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് അവർക്ക് 50,000 രൂപ മാസം ശമ്പളം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക, ഭാരതമാതാവിന്റെ കൂടെ നിൽക്കുക. ഒരു കാര്യം കൂടെ നഴ്സുമാരോടും UNAയോടും പറയുന്നു, ആത്യന്തികമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഭാരതമാതാവ് മാത്രമായിരിക്കും, ഭാരതമാതാവിന്റെ മക്കൾ മാത്രമായിരിക്കും, ദേശീയവാദികൾ മാത്രമായിരിക്കും, BJP മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന LDFോ UDFോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമില്ല. നഴ്സുമാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും അതുപോലെ ഭക്തസംഘടനകളുമാണ്. സഭയുടെ ഭക്തസംഘടനകളും കേരള കോൺഗ്രസുമാണ് നഴ്സുമാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത്. കുറെയെങ്കിലും നല്ല അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ നഴ്സുമാർ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ ദേശീയവാദികളായി ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. LDFും UDFും വളഞ്ഞൊടിഞ്ഞ് നിങ്ങളുടെ കാലേ വന്ന് വീഴും. നഴ്സുമാർക്ക് ഞാൻ ആ ഐഡിയ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ദേശീയവാദികളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക. LDFും UDFും കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരും. അല്ലാതെ നിങ്ങൾ LDFിന്റെയും UDFിന്റെയും കൂടെ നിന്ന് രാജ്യത്തെ വെല്ലുവിളിച്ചാൽ ആരും നിങ്ങളുടെ കൂടെ കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ UNAയ്ക്കുള്ള നേതാക്കന്മാർക്ക് ആശംസകൾ അർപ്പിക്കുന്നു. UNAയിലെ നഴ്സുമാർക്കും അവരുടെ സംഘടനയ്ക്കും ഈ സമരത്തിനും അഭിവാദ്യം അർപ്പിക്കുന്നു. അവർക്ക് 50,000 രൂപ മിനിമം സാലറി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി പിന്തുണയ്ക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സമീപനം നഴ്സുമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റും BJPയും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിനെയും പിന്തുണയ്ക്കുന്നു. യെസ്, എന്തായാലും നഴ്സുമാരുടെ സമരത്തോട് ഏറ്റവും കൂടുതൽ അനുകൂല നിലപാട് 2016 മുതൽ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുള്ളത് BJP മാത്രമാണ്. BJP മാത്രമാണ് നഴ്സുമാർക്ക് മിനിമം വേജ് എന്നുള്ളതിൽ ഒരു പരിഹാരം കണ്ടെത്തിയത്. 80 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ലഭിക്കുന്നത് എന്ന് പോലും ഓർക്കണം. എന്നിട്ടും പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നഴ്സുമാർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു നൽകി എന്നതാണ് ചോദ്യം. ഇന്ന് കോൺഗ്രസ് ആണ് ഒപ്പം നിൽക്കുന്നത് എന്ന് മാത്രം പറയുന്നിടത്ത് ആ ചോദ്യം വളരെ വളരെ പ്രസക്തവുമാണ്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.